നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 9-ാമത്തെ വാക്യം. The Gospel according to Saint Matthew chapter 21 verse 9. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. Blessed is he who comes in the name of the Lord, Hosanna in the highest heaven. ഗ്രേറ്റ് ലെൻറ്റിൻ്റെ 50 ദിവസം നീണ്ടു നിൽക്കുന്നതായുള്ള നോയമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം ചേർന്ന് വന്നിരിക്കുന്ന അവസരമാണ്. എന്താണ് വർഷം തോറുമുള്ള ഈ നോയമ്പിൻ്റെ അവസരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഉളവാകണം എന്ന് നാം ആഗ്രഹിക്കുന്നതായുള്ള കാര്യങ്ങൾ? 3 കാര്യങ്ങൾ ഞാൻ പറയുന്നതിനായിട്ട് ശ്രമിക്കട്ടെ. 1, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിന്, ആഴത്തിൽ പഠിക്കുന്നതിനായിട്ടൊരവസരമായിട്ട് മാറണം. 2, അപരനെ ചേർത്ത് നിർത്തുന്നതായുള്ള അനുഭവത്തിൽ നമുക്ക് മുതിർന്നു വരുന്നതിനായിട്ടിടയാകണം. 3, ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ പുതുക്കം നമ്മിൽ യാഥാർത്ഥ്യമാകണം. 3 കാര്യങ്ങൾ. 1, ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുന്നതിനായിട്ട് സാധിക്കണം. 2, അപരനെ ചേർത്ത് പിടിക്കുന്നതിനായിട്ടിടയായിട്ട് തീരണം. 3, ഇതെല്ലാം മുഖാന്തരമായി നമ്മളുടെ ജീവിതം പുതുക്കപ്പെടുന്നതിനായിട്ടിടയാകണം. ഈ പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഈ ചോദ്യങ്ങൾ നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീരുന്നതിനിടയാകുന്നു. എല്ലാ മതങ്ങളിലും പുതുക്കത്തിൻ്റേതായിട്ടുള്ള അവസരമുണ്ട്. അതിനെ യാദൃച്ഛികമായിട്ട് കടന്നു പോകുന്നതായിട്ടുള്ളൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് നമ്മളായിരിക്കും. അതരുത് എന്ന് പറയുന്നതിനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുന്നതിനായിട്ട് ആണ്ടിൽ ഒരു നാളുകൾ നാം വേർതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യമല്ലേ? നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന ദൈവം ജനത്തിന് നൽകിയിരിക്കുന്നതായിട്ടുള്ള കൽപ്പന, അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ്റെ കൊണ്ട് നമുക്ക് ഇടയാവേണ്ടതായിട്ടുള്ളൊരു വേളയല്ലേ? ജീവിതം പുതുക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്കറിയാം. അത് യാഥാർത്ഥ്യമായിട്ട് തീരുന്നുണ്ടോ? അവസാനത്തെ കാര്യത്തിൽ നിന്ന് ഞാൻ മുമ്പോട്ട് പോകുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നു. ജീവിതം പുതുക്കപ്പെടുക. യേശുവിൻ്റെ അടുത്ത് ധാരാളം ആളുകൾ വന്ന് നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഒരിക്കലൊരു മനുഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് അതിനെ ചോദിച്ചു, എൻ്റെ ജീവിതം പുതുക്കപ്പെടുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ഗുരു അവനോട് ചോദിച്ചു, നീ ഇവിടെ വന്ന അവസരത്തിൽ ആ മൺപാത്രത്തിൽ നിനക്കായിട്ട് കരുതിയിരുന്ന കഞ്ഞി കുടിച്ചോ? അവൻ പറഞ്ഞു, ഞാൻ കുടിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ആ പാത്രം കഴുകി വയ്ക്കണം. കഞ്ഞി കുടിക്കുന്നതും പാത്രം കഴുകുന്നതും ദിനംതോറും നാം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ലല്ലോ. ജീവിതം പുതുക്കപ്പെടേണ്ടത് ആവശ്യമാണെങ്കിൽ ചില ശീലങ്ങൾ നാം ആവർത്തിച്ച് ചെയ്തേ മതിയാവൂ. ഈ ഫരീദാബാദ് മാർത്തമ്മ ഇടവകയിൽ എനിക്ക് ഇന്ന് വന്നതിലേറെ സന്തോഷമുണ്ട്. കാരണം
ആബാലവൃദ്ധം ജനങ്ങൾ ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും ഉണ്ട് ഇവിടെ. ദിസ് ഈസ് എ ഫാമിലി ആൻഡ് ഐ റിജോയ്സ് ഇൻ ദാറ്റ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ എല്ലാം മുമ്പിൽ കാണുന്നതായിട്ടുള്ള അവസ്ഥയിലേറെ സന്തോഷമാണ്. എന്നാൽ തലമുറകൾക്ക് കൈമാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്താണ്? അടുത്ത സമയത്ത് ഞാൻ കേൾക്കുകയുണ്ടായി, വളരെ നന്നായിട്ട് മക്കളെയെല്ലാം പഠിപ്പിച്ച് അവരെല്ലാം നല്ല ഉയർന്നതായിട്ടുള്ള സ്ഥാനത്തെത്തി ഇന്ത്യക്ക് ഭാരതത്തിന് വെളിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് തോന്നുന്നു. പക്ഷെ അവർ പള്ളിയിൽ പോകില്ല. ഇതാണോ നാം ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ബുദ്ധിമുട്ടി ഫരീദാബാദിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കിയത്? അധികം കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല, ഇല്ലായ്മയിൽ നിന്ന് കൊടുത്ത് നിർമ്മിച്ചതായിട്ടുള്ളൊരു ദേവാലയമാണ്. ആകാര സൗഷ്ഠവമല്ല, പിന്നെയോ ഇതിനുള്ളിലുള്ള ജനത്തിൻ്റെ പുതുക്കമാണ് ആവശ്യം. ഏറ്റവും ചെറുതായിട്ടുള്ളതിൻ്റെ വലിമ കാണുവാനായിട്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? അതിൻ്റെ മനോഹാരിത കാണാനായിട്ട് ഇടയാവുന്നുണ്ട്. ഈ ജൈന മതക്കാർ അവർ വല്ല ദൂരത്തുണ്ടെങ്കിൽ ഉറുമ്പിനെ പോലും കൊല്ലുകയില്ല. ചവിട്ടി നടക്കുന്നതൊക്കെ സൂക്ഷിച്ചാണ്, റോഡൊക്കെ വൃത്തിയാക്കിയിട്ട് അവർ നടക്കുകയുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചതായുള്ള സകലത്തെയും ആദരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഏറ്റവും ചെറുതായിട്ടുള്ളത് ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഏറ്റവും ചെറുതായിട്ടുള്ളതിൻ്റെ വലിമയെ മനസ്സിലാക്കാനായിട്ട് കഴിയുമോ? ഏറ്റവും ചെറുതായിട്ടുള്ളതിൻ്റെ മനോഹാരിതയെ കാണുവാനായിട്ട് സാധിക്കുമോ? ഷാജി സാർ എഴുതിയ പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് മഴ കാത്തു കിടക്കും വിത്തുകൾ. വല്ല സൗന്ദര്യമുണ്ടോ? അതിങ്ങനെ ഇലയെല്ലാം കൂടിക്കിടക്കുന്നതായിട്ടുള്ള മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഉപരിതലത്തിൽ കിടക്കുന്നതായിട്ടുള്ള വിത്ത്. എന്നാൽ അത് ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ്. മണ്ണിനടിയിലുള്ള ബൾബ്സ് എല്ലാം ഉയർന്നു വന്ന മനോഹരമായ പൂക്കൾ നൽകുന്നതായിട്ടുള്ള അവസരമാണ്. ഞാൻ ഡൽഹിയിൽ വന്നതായുള്ള അവസരം ഞാൻ പറഞ്ഞു, ഇപ്പം മനോഹരമായ പൂക്കളുള്ള അവസരമാണല്ലോ. അപ്പോൾ പറഞ്ഞു, തിരുമേനി മാർച്ചിൽ വരേണ്ടതായിരുന്നു, അന്നേരമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല പൂക്കളുള്ളതായിട്ടുള്ള അവസരം. ഏറ്റവും ചെറുതിൻ്റെ വലിമ കാണുവാൻ, ഏറ്റവും ചെറുതിൻ്റെ മനോഹാരിത കാണുവാൻ നമുക്കിടയായിട്ട് തീരുന്നിടത്താണ് ജീവിതം പുതുക്കപ്പെടുവാനായിട്ടിടയാവുന്നത്. ജീവിതത്തിൽ ഈ ഒരു ശൈലി വളർത്തിക്കൊണ്ടുവരുവാനായിട്ടിടയാകും. മറ്റുള്ളവനെ നിന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുക എന്ന് പറയുന്നത് നമുക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കണമെങ്കിൽ ഇത് സാധിക്കണം. മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്ന് എണ്ണണമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ചിന്ത ഞാനാണ് ശ്രേഷ്ഠൻ, ഞാനാണ് വലിയവൻ, എന്നെ കവിഞ്ഞാരുമില്ല. ഇത് മനസ്സിൻ്റെ ചിന്ത. അത് ഒരു അഹങ്കാരമാണ്, ഒരു അഹംചിന്തയാണ്. എന്നാൽ മറ്റുള്ളവരിലെ നന്മയെ കാണുവാൻ, മറ്റുള്ളവരിലെ വലിമയെ കാണുവാൻ എപ്പോഴാണ് നമുക്ക് സാധ്യമായിട്ട് തീരുന്നത്? APJ അബ്ദുൽ കലാം നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്നു, പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. എന്നാൽ അദ്ദേഹത്തിന് ആ വലിമയൊന്നും പ്രകടമാക്കുവാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം പോകുന്നിടത്തെല്ലാം കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെന്ന് അവരെ കാണുന്നതിനായിട്ടും അവരോട് സംസാരിക്കുന്നതിനായിട്ടും അവരെ മോൾഡ് ചെയ്ത് പുതിയ തലമുറയെ വാർക്കുന്നതിലാണ് ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതി എന്ന് വിശ്വസിച്ചതായുള്ള ആളാണ്. കർത്താവായ യേശുക്രിസ്തു പോലും പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുന്നവരെ തടയരുത്.
ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചതായുള്ള അവസരത്തിലും അവരുടെ ഇടയിലുള്ള ഒരു ശിശുവിനെ നടുക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. എപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളിലുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ചിന്തിക്കുന്നുള്ള വലിമയെ കാണാനായിട്ടിടയാവുന്നത്? ഈ പൈതൽ എന്തായിട്ട് തീരും എന്നാണ് യോഹന്നാൻ സ്നാപകൻ്റെ പേര് നൽകുന്നതായിട്ടുള്ള അവസരത്തിൽ ജനം പറയുന്നത്. ഈ പൈതൽ എന്തായിട്ട് തീരും? അതുകൊണ്ട് നമുക്ക് ജീവിക്കുന്നതായുള്ള സമൂഹത്തിലും കാലഘട്ടത്തിലും ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ജീവിക്കുന്ന സമൂഹത്തിൽ ചെറുത് എന്ന് ലോകം കൽപ്പിക്കുന്നതായുള്ള കാര്യങ്ങളുള്ള വലിമയെ കാണുന്നതിനായിട്ടിടയാണ്. അതിനൊരു അകങ്കണ്ണ് ആവശ്യമാണ്. ചെറുതിൻ്റെ മനോഹാരിതയെ കാണുന്നതിനായിട്ട്, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിനുള്ള, അതിൻ്റെ സന്തോഷം ഉൾക്കൊള്ളുന്നതായിട്ടുള്ളൊരു രംഗം ഉണ്ടാകുന്നതിനായിട്ടിടയാണ്. രണ്ട്, അവരെന്നെ ചേർത്തുകൊള്ളുക, എംബ്രേസിങ് ദി അതർ. എന്ത് വിലയാണ് മറ്റുള്ളവർക്ക് നാം കൊടുക്കുന്നത്? വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഉദാഹരണങ്ങൾ എടുക്കട്ടെ. തന്നോട് കൂടെ നടന്നതായുള്ള ശിഷ്യന്മാരിൽ ഒരുവനായുള്ള യൂദാസ് ഇസ്കറിയോത്ത് യേശുവിനെ ഒറ്റുകൊടുത്തത് എത്ര പൈസയ്ക്ക്? 30 വെള്ളിക്കാശിന്. ഒരടിമയുടെ വില മാത്രമേ ഉള്ളൂ. യൂദാസിനെ സംബന്ധിച്ച് യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നത് ഒളിവാക്കുകയാണ്. എന്നാൽ അതേ അവസരത്തിൽ തൻ്റെ തെറ്റുകളെയൊക്കെ മനസ്സിലാക്കി യേശുവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ടിരുന്നതായുള്ളൊരു സ്ത്രീയെ തൻ്റെ വെങ്കൽ ഭരണിയൊക്കെ പൊട്ടിച്ച് അവൻ്റെ തലയിലും കാലിലുമൊക്കെ സുഗന്ധ തൈലം പൂശുന്നുണ്ട്. അതിൻ്റെ വില എത്രയായിരുന്നു? 300 ദിനാർ. ഒരു ഡെയിലി വേജസ് ഉള്ള ആളിന് ഒരു വർഷം മുഴുവൻ കിട്ടുന്നതായിട്ടുള്ള തുകയാണത്. അവൾ യേശുവിനെ കൊടുത്തതായിട്ടുള്ള വിലയെന്ന് പറയുന്നത് 300 ദിനാറാണ്. അപ്പോൾ യൂദാസിനെ അടവിട്, ആ സ്ത്രീയെ അടവിട്. നമുക്ക് നമ്മോട് ചോദിക്കാം, എന്ത് വിലയാണ് അപരന് നൽകുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുന്നത്? സമസൃഷ്ടങ്ങളെയും ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയിരിക്കുന്നതായുള്ള സകലത്തെയും സ്നേഹിക്കുക, ആദരിക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ട് തീരുമോ? ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിലും കള്ളു കുടിച്ച് ലക്കില്ലാതെ വന്ന് അവളെ വല്ലാതെ ഉപദ്രവിച്ചു, അവളെ തൊഴിക്കുകയും ഒക്കെ ചെയ്തു. അവൾ ഗർഭിണിയാണ്. എന്നിട്ട് അവൾ പശുവിൻ്റെ ചവിട്ടേറ്റാണ് മരിച്ചത് എന്ന് വരുത്തുവാൻ്റെ കോണം അവളെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് തൊഴുത്തിലിട്ടു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നതായുള്ള പശുവോ തൻ്റെ 4 കാലുകൾക്കിടയിൽ അവൾ സുഖമായിട്ട് പ്രസവിക്കുന്നതിനായിട്ട് അവസരം ഒരുക്കുകയും അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. എങ്ങനെയാണ് അവരെന്നെ ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുന്നത്? എംബ്രേസിങ് ദി അതർ. നമ്മളൊരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയാണ്. ഫെയ്ത്ത്, അതിൻ്റെ ഒരു ഡെഫിനേഷൻ റിലേഷൻഷിപ്പ് എന്നാണ്. ഫെയ്ത്ത് ഈസ് റിലേഷൻഷിപ്പ്. നമ്മൾ ഈ കൂടി വരുന്നതായുള്ള അവസരങ്ങളിലൊക്കെ അന്യോന്യം അറിയുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള സ്വഭാവം നമ്മിൽ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമല്ലേ? ഓരോ അവസരവും ഇവിടെ ചേർന്ന് വരുമ്പോൾ എൻ്റെ വിശ്വാസം കൂടുതൽ ആഴത്തിലുള്ളതായിട്ട് തോന്നുന്നു. എങ്ങനെ? അന്യോന്യം ബന്ധപ്പെട്ടതിലൂടെ. നമ്മളെല്ലാവരും അന്യോന്യം സംസാരിക്കുന്നതിന് വിദഗ്ധരാണ്. എത്രയും നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരം ഒരിക്കലും തീരുകയില്ല, അതുപോലെ അങ്ങ് സംസാരിക്കും. എന്നാൽ അതിലൂടെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിടയായിട്ട് തീരുന്നുണ്ട് എന്നത് തിരിച്ചറിയുവാനായിട്ടിടയാകും.
മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ സമയം, കഴിവ്, സമ്പത്ത് ഇതൊക്കെ വിനിയോഗിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത നമ്മിൽ വളരുമോ? നമ്മൾ ഈ ആഴ്ച പീഡാനുഭവ ആഴ്ചയായിട്ടാണ് ആചരിക്കുന്നത്. ദുഃഖ വെള്ളിയാഴ്ച വരുമ്പോൾ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ധ്യാനിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ ഈ ലോകത്തിൽ അശരണരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭാവന സ്തോത്ര കാഴ്ചയായിട്ട് നമ്മൾ നൽകും. അതേതെങ്കിലും മന്ദിരത്തിലൊക്കെ താമസിക്കുന്നതായുള്ള ആളുകളുടെ വിനിയോഗത്തിനായിട്ടാണ് കൊടുക്കുന്നത്. ഉപോഷണഭാരം നമ്മൾ നൽകും. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കൊടുക്കുവാൻ്റെ ഇടയായിട്ട് തീരുന്നു എന്നത് പറയാനായിട്ട് കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് സമയം ചെലവിടുവാനായിട്ടുണ്ട് എന്ന് പറയുന്നതിനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞ് ആശുപത്രിയിലായാൽ മാതാപിതാക്കൾ മാത്രമല്ല ഓടിയെത്തുന്നത്, വിശ്വാസ സമൂഹം ഓടിയെത്തും. ഒരു വീട്ടിൽ മരണമുണ്ടായാൽ ആ വീട്ടിലെ ആളുകൾ മാത്രമല്ല ദുഃഖിക്കുന്നത്, നമ്മളെല്ലാവരും ദുഃഖിക്കും. മൂന്ന്, ആഴമേറിയതായുള്ള വേദപഠനം ആവശ്യമാണ്. റീറീഡിങ് ദ ബൈബിൾ. എന്തുകൊണ്ട്? യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നിന്ന് അവനെ വിളിക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടു. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കൈനീട്ടി കുഷ്ഠരോഗിയെ തൊട്ടു. യേശു തൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ നാം നിൽക്കേണ്ടി വരുന്നതായുള്ള സാഹചര്യം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരൊന്ന് സ്പർശിക്കേണ്ടി വരുന്നതായുള്ള സാഹചര്യം, നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ആവശ്യമുണ്ട് എന്ന് പ്രകടമാക്കുന്നതായിട്ടുള്ള അവസരങ്ങൾ വർദ്ധിച്ചു വരുവാൻ്റെ കോണം ദൈവവചനത്തിന് നമ്മെ സ്വാധീനിക്കുന്നതിനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മളെല്ലാവരും ദൈവവചനം വായിച്ച് കേൾക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പ്രസംഗം കേൾക്കുന്നതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. പള്ളിയിലെ പ്രസംഗം മാത്രമല്ല, കൺവെൻഷൻ നമ്മൾ നടത്തും. മാരാമൻ കൺവെൻഷനൊക്കെ എത്തിച്ചേരുന്നതാണ്ട് ജനം എത്ര വലുതാണ്. കൂടുതൽ ആൾക്കാർ ഓൺലൈനിലാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ പോലും പന്തലിൽ ഇടയില്ല. പ്രധാന ദിവസങ്ങൾ, എല്ലാ ദിവസമല്ല, പ്രധാന ദിവസങ്ങളിൽ അവിടെ ചെന്ന് പന്തലിൽ ചെന്ന് ദൈവവചനം കേൾക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ ഏറെയുണ്ട് ഇന്നും. അതിനെന്തെങ്കിലും ദിവ്യത്വമുണ്ടോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. എന്നാൽ ദൈവവചനം നേരിട്ട് കേൾക്കുവാനായിട്ടൊരു താല്പര്യം അവരിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. വേദപുസ്തകം വായിക്കാനില്ല. 66 പുസ്തകങ്ങൾ അടങ്ങിയതായുള്ള ഒരു പുസ്തകമാണ് നമുക്ക് എല്ലാവർക്കും വേദപുസ്തകമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എത്ര ആവർത്തി വായിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ പറയും 5 ആവർത്തിയുണ്ട്, 10 ആവർത്തിയുണ്ട് ഒക്കെ പറയും. റൈറ്റ്. എന്നാലും are we able to read that again and again? ഇന്ന് ഒരു വിശ്വാസ സമൂഹത്തിന് മധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളുടെ വീട്ടുപ്രാർത്ഥന മാത്രം പോരാ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, നീ ഇന്ന് വേദപുസ്തകം വായിച്ചോ? നീ ഇന്ന് വേദപുസ്തകം ധ്യാനിച്ചോ? നീ ഇന്ന് വേദപുസ്തകം പഠിച്ചോ? വാക്കുകൾക്ക് ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇവിടെ വന്നതിനേക്കാൾ കൂടുതൽ സമ്പന്നരാണ് ഇവിടെ ഇരിക്കുന്നതായുള്ള ആളുകൾ. അതുകൊണ്ടൊരു വേദപുസ്തകം വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒരു പ്രയാസമില്ല. കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർക്കൊരു പക്ഷേ ഓരോ മുറി കൊടുക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും മുറി ഷെയർ ചെയ്യുന്നതല്ല ആളുകൾ കാണും. അങ്ങനെ എല്ലാവർക്കും മുറി കൊടുക്കാൻ സാധിക്കാത്തതായിട്ട് വീട്ടിൽ താമസിക്കുന്നതായിട്ട് ആളുകളുമുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ വേദപുസ്തകത്തെ സ്നേഹിക്കുന്നതിനായിട്ടും ആദരിക്കുന്നതിനായിട്ടും പഠിക്കുന്നതിനായിട്ടും അവരെ പഠിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിനായിട്ടും പഠിക്കുന്നതിനായിട്ടും നമുക്ക് കുടുംബമായിട്ട് സാധിക്കണം.
അതിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പ്രായമുള്ള ആളുകൾക്ക് സാധ്യമായിട്ട് തീരണം. അതാണ് നവീകരണ സഭയുടെ ഒരു പ്രത്യേകത. വചനം വായിക്കുക മാത്രമല്ല, വചനത്തിൽ നിന്ന് എന്ത് ഗ്രഹിച്ചു എന്നത് പറയുന്നതിനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും ഏത് പ്രായത്തിലുള്ളവർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് റീഡ് ദ ബൈബിൾ. വചനം വീണ്ടും വീണ്ടും വായിക്കുന്നതിനായിട്ടും പഠിക്കുന്നതിനായിട്ടും ധ്യാനിക്കുന്നതിനായിട്ടൊക്കെ നമുക്കിടയായിട്ട് തീരണം. ഇന്നിൻ്റെ പ്രത്യേകത കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതാണ്. അങ്ങനെ യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ ഒലിവ് മലയുടെ അരികിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കെട്ടിയിരിക്കുന്നതായുള്ള ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും കാണും. അവരോട് പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. The Lord has need for this. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മൾ ടാക്സിയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ ടാക്സിയിൽ യാത്ര ചെയ്യുന്നതായുള്ള അവസരത്തിൽ എന്തെങ്കിലും ടാക്സി ഓടിക്കുന്നതായുള്ള ആളിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഭാഷയിൽ തന്നെ ഞാൻ ചോദിക്കാം, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നത് പറയുന്നതിനായിട്ട് സാധിക്കുമോ? നമ്മളുടെ പല വീടുകളിലും മെയ്ഡ്സ് ഉണ്ട്. ചിലപ്പോൾ പാത്രം കഴുകുന്നതിനായിട്ട് വരുന്നതായിരിക്കും, ചിലപ്പോൾ ആഹാരം പാചകം ചെയ്യുന്നതിനായിട്ട് വരുന്നതായിരിക്കും, ചിലപ്പോൾ തുണി അലക്കുന്നതിനായിട്ട് വരുന്നതായിരിക്കും. ഏതെങ്കിലും രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായുള്ള ആളുകളുണ്ട്. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? നമ്മൾ നയമാനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നയമാൻ്റെ വീട്ടിൽ ജോലിക്ക് ചെന്നതായിട്ടുള്ള അടിമ പെൺകുട്ടിയാണ് പറയുന്നത്, നമ്മുടെ ഈ യജമാനെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുത്തേക്കൊന്ന് പോയിരുന്നെങ്കിൽ രോഗം സൗഖ്യമാകുമായിരുന്നല്ലോ. ഷീ കുഡ് ടോക്ക് ടു ദം. അത് ആ വീട്ടിലെ സ്ത്രീ കേട്ടു എന്ന് മാത്രമല്ല, സ്ത്രീ എന്ന ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് അത് കേട്ടു, ആൻഡ് ഹി വെന്റ്. നമുക്കറിയാം, സൗഖ്യം പ്രാപിച്ചു നയമാൻ. ഓൾ ബിക്കോസ് ഓഫ് ദി സെർവൻറ്റ് മെയ്ഡ്, സെർവൻറ്റ് ഗേൾ. ഇവിടെ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ഒരു കഴുതയെക്കുറിച്ചാണ്. ആ വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ബുദ്ധിയില്ലാത്തതല്ല ചില ആളുകളെക്കുറിച്ച് പറയുന്നതിനായിട്ട്. കർത്താവ് പറഞ്ഞു പറയുന്നത്, എനിക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഈ ബുദ്ധിയില്ലാത്തതിനെ കൊണ്ട്. എന്ത് ചുമടാണ് ചുമക്കുന്നത് അറിയാൻ പാടില്ലാതെ ചുമട് ചുമക്കുന്നതായിട്ടില്ല ഈ മൃഗത്തെ എനിക്ക് ആവശ്യമുണ്ട്. അതാണ് പാസ്വേഡ്. അത് എൻ്റെ യജമാനന് മനസ്സിലാവുകയും ചെയ്തു. കർത്താവ് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ചെന്നപ്പോൾ കണ്ടു, പറഞ്ഞു, അതിനെ കെട്ടുകയും ചെയ്തു. അവഗണിക്കപ്പെടുന്നവരോടും സമൂഹത്തിൽ കളിയാക്കപ്പെടുന്നവരോടും പലരാൽ ഉപേക്ഷിക്കപ്പെടുന്നവരോടും സ്വയം വിലയില്ല എന്ന് തോന്നുന്നവരോടും ദാരിദ്ര്യ ദുഃഖത്താൽ വേദനിക്കുന്നവരോടും സൗന്ദര്യമില്ലെന്ന് ചിന്തിക്കുന്നവരോടും കഴിവില്ലെന്ന് കരുതുന്നവരോടും യേശു പറയുകയാണ്, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഈ കാറ്റഗറിയിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മളെല്ലാം. എനിക്കൊരു കഴിവുമില്ലെന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. നിന്നെപ്പോലെ എനിക്ക് കഴിവില്ല എന്ന് പറയുന്നതല്ല ആളുകളില്ലേ. ഞാൻ നിന്നെപ്പോലെ സമർത്ഥനൊന്നുമല്ല എന്ന് പറയുന്നതല്ല ആളുകളില്ലേ. കഴുതയെന്ന് വിളിക്കാൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് ചിന്തിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലെ മാർത്തമ്മ ഇടവുകളെക്കുറിച്ച് എനിക്കൊരു ദുഃഖമുണ്ട്.
അതെന്തിനാ തിരുമേനിയും ദുഃഖിക്കുന്നതെന്നൊന്നും എന്നോട് ചോദിക്കരുത്. എൻ്റെ ദുഃഖം പല ഇടവുകളും അടച്ചിടേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? നോർത്ത് ഇന്ത്യയിൽ പല ഇടവുകളും ഇന്ന് അംഗസംഖ്യ കുറയുന്നത് കൊണ്ട് നിർത്തലാക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ നിർത്തിക്കോ എന്ന് പറയേണ്ടതായുള്ള ആളാണോ ഞാൻ? അതാ ദുഃഖം. ശിഹോറ ആശ്രമത്തിൽ ഞാൻ ചെന്നതായുള്ള അവസരത്തിൽ അവിടെ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്, ആചാര്യന്മാരുമുണ്ട്, സന്യാസി സമൂഹമുണ്ട്. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ അവർക്കെല്ലാം ഒരു വിഷമം, ഞങ്ങൾക്കെല്ലാം പ്രായമായി, ഇനി ആരുണ്ട് ഈ ആശ്രമം നടത്തിക്കൊണ്ടു പോകാൻ? എന്താണ് ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം? ഈ ലോകത്ത് മനുഷ്യരില്ലാഞ്ഞിട്ടാണ്. ഇന്ത്യ ഈസ് എ പോപ്പുലേറ്റഡ് കൺട്രി, അല്ലേ? ഇന്ത്യ ഈസ് എ പോപ്പുലേറ്റഡ് കൺട്രി. എന്തുമാത്രം ആളുകളെയാണ് ദിവസവും നമ്മൾ വഴിയിൽ കാണുന്നത്, എത്രയോ ആൾക്കാരാണ് മാർക്കറ്റിൽ കാണുന്നത്. എന്നിട്ടും നമ്മുടെ പള്ളികളിൽ ആളില്ല. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നതിനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ശിഹോറ ആശ്രമത്തിൽ കൊച്ചവന്മാരുടെ അവിടെ ചെന്ന അവസരം അവർ ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട്, എത്രയോ വർഷങ്ങളായി ആശ്രമമൊക്കെ തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് നിങ്ങളിവിടെ സ്കൂൾ നടത്തുന്നുണ്ട്, നിങ്ങളിവിടെ ലൈബ്രറി നടത്തുന്നുണ്ട്, നിങ്ങളിവിടെ ആളുകളുമായിട്ട് ഇടപെടുന്നുണ്ട്, എന്താ അതിലൊരു 5 പേരെ ഒന്ന് വിളിച്ച് നിർത്താത്തത് നിങ്ങളുടെ കൂടെ? നമ്മുടെ മൂക്കത്ത് വിരൽ വെക്കേണ്ടതായിട്ട് വരും. കാരണം എന്നാന്ന് വെച്ചാൽ ബിലീവേഴ്സ് ചർച്ചിന് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് കേരളത്തിലുള്ളതിനേക്കാൾ. പോട്ടെ, ഞാൻ താരതമ്യപ്പെടുത്താനൊന്നും ശ്രമിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നാം കണ്ടുമുട്ടുന്നതല്ല ഓരോരുത്തരെക്കുറിച്ച് പറയുവാനായിട്ട് എന്നാണ് സാധിക്കുന്നത്. ഈ ഗുജറാത്തിൽ എർത്ത് ഉണ്ടായതായിട്ടുള്ള അവസരത്തിൽ ഒരു റിപ്പോർട്ടർ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയൊരു റിപ്പോർട്ടൊക്കെ എഴുതുന്നതിന് വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ എല്ലാ കെട്ടിടങ്ങളും ഇടിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന ഡെബ്രിസാണ് കാണാനായിട്ടിടയാവുന്നത്. അതിൻ്റെ മധ്യത്തിലൂടെ എല്ലാം പലയിടത്ത് പോകണം. അപ്പോൾ ഒരു ടാക്സിക്കാരനെ വിളിച്ചു. അവൻ സമ്മതിച്ചു, ഞാൻ കൊണ്ടുപോകാം. വെൽ ആൻഡ് ഗുഡ്. എന്നാൽ ഈ റിപ്പോർട്ടർ ആ ടാക്സിക്കാരനോട് തന്നെ സംസാരം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ടാക്സിക്കാരൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഈ ഭൂകമ്പത്തിൽ മരിച്ചുപോയി, അദ്ദേഹം മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ വണ്ടി ഓടിക്കുകയെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളെയും കൊണ്ട് പോവുകയാണ്. എന്നാൽ നിങ്ങളെയും കൊണ്ട് പോകുന്ന അവസരത്തിൽ ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പേ സൈഡ് മിററിലൊക്കെ ഒന്ന് നോക്കും, ചുറ്റുപാട് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ. എന്നിട്ട് ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പോട്ട് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും പുറകിൽ നിന്ന് വരുന്നുണ്ടോ, പ്രയാസം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാൻ എനിക്കൊരു മിറർ ഇവിടെയുണ്ട്. അതുകൊണ്ട് പിന്നിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചുറ്റുപാടുകളെ മനസ്സിലാക്കുകയും മുന്നോട്ട് നോക്കിയുള്ളതായുള്ള യാത്രയാണ് ചെയ്യുന്നത്. ഒരിക്കലെങ്കിലും നമുക്ക് ചിന്തിക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ടോ? വി ഹാവ് ഗ്രേറ്റ് ലെസൺസ് ടു ലേൺ ഫ്രം ദി അതർ. വി ഹാവ് ഗ്രേറ്റ് ലെസൺസ് ടു ലേൺ ഫ്രം ദി അതർ. ഈ കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിനായിട്ട് ആവശ്യപ്പെട്ട ഉടനെ ശിഷ്യന്മാരെ തങ്ങളുടെ
ക്ലോക്കൊക്കെ ശരീരത്തിലിട്ടതായിട്ടുള്ള പുതപ്പൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടു. ജനങ്ങളും വന്നതായിട്ടുള്ള അവസരത്തിൽ അവരും അവരുടെ വസ്ത്രമൊക്കെ വിതറി യേശുവിനെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതിനായിട്ട്. നമ്മളുടെ വസ്ത്രങ്ങൾ നല്ല സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും പള്ളിയിൽ വരുമ്പോൾ സുന്ദരന്മാരായിട്ടും സുന്ദരിമാരായിട്ടാണ് വരുന്നത്. നല്ല വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടേ വരുള്ളൂ. അലക്കി തേച്ച് പുതുതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടാൽ വരുന്നത്. വെരി ഗുഡ്. എന്നാൽ നമ്മളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളോട് ഇടാനായിട്ട് കർത്താവ് അനുവദിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാൻ കഴിയും. മുഷിഞ്ഞ വസ്ത്രമൊക്കെ നമുക്കുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്, ഇടുന്നുമുണ്ട്. കർത്താവിന് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, ഇടിവുകൾ, വീഴ്ചകൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതല്ല ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അന്ന് ആ കാലഘട്ടത്തിൽ ഈ യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് പെസഹ പെരുന്നാളിന് ആളുകൾ തിങ്ങിക്കൂടും. വലിയ പെരുന്നാളാണ്. ആ പെരുന്നാൾ ഉത്സവത്തിന് ആളുകളെല്ലാം തിങ്ങിക്കൂടും. അപ്പോൾ അവിടെ സമാധാനം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് പീലാത്തോസ് ഗവർണർ, ഹേരോദാസ് രാജാവ് ഇവരെല്ലാം 6 ദിവസങ്ങൾക്ക് മുമ്പേ കുതിരപ്പുറത്ത് കയറി യെരുശലേമിൽ വരും. വലിയ അകമ്പടിയോടുകൂടിയാണ് വരുന്നത്. അത് തന്നെ കാണാനുള്ളൊരു കാഴ്ചയാണ് അവരുടെ വരവ് എന്ന് പറയുന്നത്. എന്നാൽ യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു കഴുതയുടെ പുറത്ത് കയറിയാണ് പോകുന്നത്, സൗമ്യനായിട്ടാണ് കയറാൻ പോകുന്നത്. യേശു തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ബാക്കി എന്നാ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അവർ ഭൂമിയെ കൈവശമാക്കും. വേദപുസ്തകം വായിക്കണം കേട്ടോ. അതുകൊണ്ട് റീഡ് ബൈബിൾ വായിക്കുന്നത് നമ്മുടെ ശീലമാക്കണം. വേദപുസ്തകം വീട്ടിലുണ്ടായാൽ പോരാ, റീഡ് ഇറ്റ്, സ്റ്റഡി ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഡീപ്ലി. എന്താ കർത്താവ് അല്ലെങ്കിൽ ദൈവം മനുഷ്യരോട് പറയുന്നത്, കേൾക്കുന്നത്, ചെയ്യേണ്ടത്. യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചതായുള്ള അവസരത്തിൽ ഈ കുതിരപ്പുറത്ത് കയറി പ്രതാപത്തോടുകൂടി യാത്ര ചെയ്തതായിട്ടുള്ള ആളുകളെ കാണിക്കുന്നതിനായിട്ടല്ല, പിന്നെയോ ഈ ലോകത്തിൽ തിരസ്കൃതരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രവേശനം സാധ്യമാക്കി തീർക്കുന്ന ഒരു യേശുവിനെ കാണാൻ കഴിയുന്നത്. അവരെ സ്വീകരിക്കുന്നതാണ് യേശുവിനെ കാണാൻ കഴിയുന്നത്. നമ്മൾ 2 കാര്യങ്ങൾ തുടർന്നുള്ളതായിട്ടുള്ള ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഒന്ന്, അവനവിടെ ചെന്നതായിട്ടുള്ള അവസരത്തിൽ രോഗികളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അവന് സൗഖ്യമാക്കി. 2, അവൻ യെരുശലേമിലേക്ക് ചെന്നതായിട്ടുള്ള അവസരത്തിൽ അവിടെ ജാതികൾക്കും മറ്റും ചേർന്ന് വരുന്നതിനായിട്ടുണ്ടായിരുന്ന പ്രാകാരത്തിൽ ഉണ്ടായിരുന്നതായുള്ള മേശകളെല്ലാം മറിച്ചിട്ടു, ചാട്ടവാറെടുത്തു, അവിടെ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെല്ലാം പുറത്താക്കി. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കരുത് എന്ന് പറഞ്ഞു. തിരസ്കൃതരായിട്ടുള്ള ആളുകൾ എന്താ പറയുന്നത്? ഹോശന്ന എന്നതിൻ്റെ അർത്ഥം എന്നാ? ലോർഡ് സേവ് us now, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക. ഇതാണ് ഹോശന്നയുടെ വാക്കിൻ്റെ അർത്ഥം, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക. ഈ ശബ്ദം ആരുടേതാണ്? കുട്ടികളുടെയും ഈ കഴുതപ്പുറത്ത് തങ്ങളുടെ വസ്ത്രമിട്ടതായുള്ള ആളുകളുടെയും വഴിയിൽ വസ്ത്രമിട്ടതായുള്ള ആളുകളുടെയും എല്ലാം ഉള്ള ശബ്ദമാണ് ഹോശന്ന, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക. യേശു മെസ്സിഹായാണെന്ന് മനസ്സിലാക്കി അവരുടെ രക്ഷകനായിട്ട് യേശുവിനെ സ്വീകരിക്കുന്നതായിട്ടുള്ള, തള്ളപ്പെട്ടതായിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, ആരും ഗവനിക്കാത്തതായുള്ള ആളുകളുടെ ശബ്ദം യേശു കേൾക്കുന്നതായിട്ടുള്ള അവസരമാണ്. രക്ഷ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് ഒരുക്കിയത്. രക്ഷ എല്ലാവർക്കും വേണ്ടി കർത്താവ് ഒരുക്കി. ആൻഡ് ഹി ഗേവ് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ, the weak and the marginalized. അതിൻ്റെ അർത്ഥമാണ് യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതായുള്ള അവസരത്തിൽ സക്കായി എന്ന പുരുഷനെ
ഞാൻ നിൻ്റെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ വീട്ടിന് രക്ഷയുണ്ടായി. ബർത്തിമായ എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വഴിയരികിലിരിക്കുന്ന അന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ, യാചകനാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പോൾ രക്ഷ ആർക്കൊക്കെയാണ്? യേശു സോർ സീതോൻ പ്രദേശത്തേക്കൊക്കെ പോയപ്പോൾ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവളെ പറഞ്ഞയക്കണമെന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. നമ്മളെ അസഹ്യപ്പെടുത്തുന്നു. ഷീ ഈസ് എ ഡിസ്റ്റർബൻസ് ഫോർ us. സെൻഡ് ഹെർ അവേ. എന്നാൽ യേശു അവളോട് പറയുന്നത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ മകൾക്ക് ഈ ക്ഷണം, ഈ അവസരത്തിൽ തന്നെ സൗഖ്യം പ്രാപിക്കും. നിന്റെ വാക്കുപോലെ നിനക്ക് ഭവിക്കട്ടെ. യേശു ഈ ലോകത്തിൽ സക്കായിയെ പോലെ തള്ളപ്പെട്ടതായിട്ടുള്ള മനുഷ്യൻ, അല്ല ചുങ്കക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, പാപിയായിട്ടുള്ളൊരു മനുഷ്യൻ, വഴിയരികിലിരുന്ന് യാചിക്കുന്നതായുള്ള മനുഷ്യൻ, മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് അപേക്ഷിക്കുവാൻ വന്നതായുള്ള കനാന്യ സ്ത്രീയെ പോലുള്ള വ്യക്തി, ഇവരെയെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായുള്ള യേശുവിനെ കാണാൻ സാധിക്കുന്നത്. ഈ യേശുവിൻ്റെ അടുത്താണ് യെരുശലേമിൽ വന്നതായുള്ള ആളുകൾ പറയുന്നത്, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക, ഹോസന്ന. സാൽവേഷൻ ഈസ് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ ആൻഡ് റാഡിക്കൽ ഇൻ എക്സ്പീരിയൻസ്. സാൽവേഷൻ ഈസ് ഇൻക്ലൂസീവ്. നമുക്ക് മാത്രമാണ് രക്ഷ. രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. നാം വായിക്കുന്നുണ്ട്, യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള അവസരം നഗരം മുഴുവൻ ഇളകി. ഇല്ലേ, വായിക്കുന്നില്ലേ? നഗരം മുഴുവൻ ഇളകി. 10ാമത്തെ വാക്യം. ഈ ഫ്രിഞ്ചസിലുള്ളതായുള്ള ആളുകൾ, ഞാനിപ്പോൾ പറയുന്നതായുള്ള കാര്യങ്ങൾ, ഫ്രിഞ്ചസിലുള്ളതായുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്നതല്ല കർത്താവിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദി എഡ്ജസ് ആർ ദി എൻഗേജിങ് പോയിന്റ്സ് ഓഫ് ജീസസ് ആക്ട് ഓഫ് സാൽവേഷൻ. Salvation is extended to all sections of people. Outcasts, the sick, the marginalized. നമ്മൾ പലപ്പോഴും ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുക എന്നൊക്കെ പറയാറുണ്ട്. അരുന്ധതി റോയ് കേട്ടിട്ടില്ലേ? അരുന്ധതി റോയ് പറഞ്ഞു, ഈ വോയിസ്ലെസ് എന്നൊക്കെ പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണം പറയാനായിട്ട്. കാരണം ഈ വോയിസ്ലെസ് എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ, they are the ones whom we deliberately silenced or preferably unheard. നമ്മുടെ കൺവീനിയൻസിൽ കേട്ടില്ല എന്ന് നടിക്കുന്നതായിട്ടുള്ള ആളുകൾ, നമ്മളുടെ കൺവീനിയൻസിൽ ശബ്ദമുണ്ടാക്കാതെ അടച്ചു വയ്ക്കുന്ന, അമർത്തി വയ്ക്കുന്നതായിട്ടുള്ള ആൾക്കാർ, അവരാണ് വോയിസ്ലെസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പിന്നെയും വിരൽ ചൂണ്ടേണ്ടത് നമ്മിലേക്കാണ്. നമ്മൾ പുതുക്കപ്പെടണം. അങ്ങനെ വോയിസ്ലെസ് അല്ല. നമ്മളുടെ പെരുമാറ്റം കൊണ്ട് ദൈവത്തിൽ നിന്നകന്നു പോകുന്നവർ, നമ്മളുടെ ഇടപാടുകൾ കൊണ്ട് ദൈവത്തെ അറിയാതെ പോകുന്നവർ, നമ്മളുടെ ഇടപാടുകൾ കൊണ്ട് രക്ഷ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതായുള്ള ആളുകൾ, അവരെ രക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് ദിവസമാണ് ഹോശാന. അതുകൊണ്ട് അർത്ഥവത്തായിട്ട് ഹോശാന പെരുന്നാൾ കൊണ്ടാടുന്നതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. കുരുത്തോലകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഒലിവ് മലയിലുള്ള ഒലിവ് വൃക്ഷങ്ങൾ, അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. യെരുശലേമിലേക്ക് വരേണ്ടതായിട്ടുള്ള ആളുകളെ വരുത്തുന്ന, അവർക്കും യെരുശലേമിൽ വെളിപ്പെടുന്നതായുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് വെളിവാക്കി കൊടുക്കുന്ന കർത്താവിനെ കാണുവാനായിട്ടാണ് ഇടയാവേണ്ടത്. കഴുതക്കുട്ടിമേൽ കയറി പ്രവേശിക്കുവാൻ്റെ കോണം സൗമ്യനായിട്ട് പ്രവേശിക്കുന്നതായിട്ടുള്ള കർത്താവ്, ഭൂമിയെ അവകാശമാക്കുന്നതായിട്ടുള്ള കർത്താവ്. ആ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിലൂടെ രക്ഷ അനുഭവിക്കുക മാത്രമല്ല,
കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അനേകരോട് പറയുവാൻ കോണടിയായിട്ട് തീരുക, അവരെ കൂടി രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരിക. സ്റ്റാൻലി ജോൺസിനൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഈ സ്റ്റാൻലി ജോൺസ് വളരെ ഭക്തനായിട്ടുള്ള മനുഷ്യനെ മാരാമൻ കൺവെൻഷനൊക്കെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്റ്റാൻലി ജോൺസണിൻ്റെ പ്രവേശനം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ചതായുള്ള മഹാത്മാഗാന്ധി ഇല്ലാത്തതായുള്ള സ്വർഗത്തിലെങ്ങനെ എനിക്ക് പോകാൻ സാധിക്കുന്നത്? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. നമുക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ കാണുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ കുറേ ആളുകൾ, ഏറെ ആളുകൾ, അവരെ കൂടെ ദൈവത്തോട് അടുപ്പിക്കുവാൻ്റെ കോണിൻ്റെ ജീവിതം സഹായമായി തീരുന്നതാണ് ഹോസന്ന പെരുന്നാളിൻ്റെ ശരിയായിട്ടുള്ള ആഘോഷം എന്നെ ഗ്രഹിക്കാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. ഇപ്പോൾ രക്ഷിക്കാം. ഈ രക്ഷ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ആ കർത്താവിനെ ഹോശാന പാടുവാൻ്റെ കോണം, കർത്താവെ ഞങ്ങളുടെ ആദരങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സ്തുതികളും, നമ്മളുടെ എല്ലാ ആഘോഷങ്ങളും, എല്ലാ ഓർമ്മകളും ഈ രക്ഷയുടെ സന്തോഷം അനേകർക്ക് നൽകി കൊടുക്കുന്ന അവസരമായി തീരുന്നതിനായി ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം.